ഗസ പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായാണ് ബാൻ കി മൂണിന്റെ സന്ദർശനം. പുനർനിർമ്മാണ സാമഗ്രികൾ വഹിച്ചുകൊണ്ടുള്ള ആദ്യ ട്രക്ക് ഗസയിൽ പ്രവേശിക്കാൻ ഇസ്രായേൽ അനുവദിച്ചതായി ബാൻ കി മൂൺ പറഞ്ഞു. പലസ്തീൻ ഉപപ്രധാനമന്ത്രി സിയാദ് അബു അമീറിനെയും ബാൻ കി മൂൺ സന്ദർശിച്ചു. ഇസ്രായേലിന്റെ 50 ദിവസത്തെ ആക്രമണത്തിൽ തകർന്ന ഗസയിലെ വിവിധ പ്രദേശങ്ങൾ ബാൻ കി മൂൺ സന്ദർശിച്ചു. I'm here with a very heavy heart. The destruction which I have seen while coming to here is beyond the description. This is a much more serious destructions than what I saw in 2009, immediately after the violence at the time. 40 കിലോമീറ്റർ നീളത്തിൽ ഒരു ഷൂലേസ് പോലെ കിടക്കുന്ന ഗസാമുനമ്പിൽ 20 ലക്ഷത്തോളം പേരാണ് താമസിക്കുന്നത്. ഗസാമുനമ്പിന്റെ ഏറ്റവും വീതിയുള്ള ഭാഗത്ത് 10 കിലോമീറ്ററാണ് വീതി. 20,000-ഓളം വീടുകളാണ് ഗസയിൽ തകർന്നിട്ടുള്ളത്. ഗസയിലെ ഊർജ്ജോൽപാദന സംവിധാനമടക്കം പാശ്ചാത്തല സൗകര്യങ്ങളും തകർന്നു. പുനർനിർമ്മാണത്തിന് വർഷങ്ങളെടുക്കുമെന്നാണ് കരാറുകാർ പറയുന്നത്. ഗസ വെസ്റ്റ് ബാങ്ക് പുനരേകീകരണത്തിന് അനുയോജ്യമായ സാഹചര്യമാണിതെന്ന് ഐക്യസർക്കാരിന്റെ മന്ത്രിസഭാ യോഗത്തെ അഭിസംബോധന ചെയ്ത് ബാൻ കി മൂൺ പറഞ്ഞു. ഇസ്രായേലിന്റെ കുടിയേറ്റ വ്യാപനത്തെയും ബാൻ കി മൂൺ വിമർശിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ 1.